ഇത് കയ്യടി നേടും കേട്ടോ. CNG കൂടെ വന്നു കഴിയുമ്പോൾ അപ്പോൾ എന്തോരം വിപ്ലവം കുറിക്കാമെന്ന് പറയുന്നത് ടാറ്റയുടെ ഒരു ഹോബിയാണെന്നുള്ളത്. അതുപോലെ തന്നെ വീണ്ടും ഒരു പെട്രോളിൻ്റെ ലിഡ് അവിടെയാണ് CNG ഫില്ല് ചെയ്യുന്നത്. ഇപ്പോൾ വണ്ടി ഓണാണല്ലോ, നിങ്ങൾ കണ്ടല്ലോ. ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്തു. ഇപ്പോൾ ഡോറിൻ്റെ അതിൻ്റെ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് കേൾക്കാം. ഇനി നമ്മൾ AMDയുടെ ഒരു റെസ്പോൺസ് എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു CNG വണ്ടിയാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇന്ത്യൻ മാർക്കറ്റിൽ എന്നും ഒരു വിപ്ലവം കുറിക്കുക എന്ന് പറയുന്നത് ടാറ്റ എന്ന് പറയുന്ന കമ്പനിയെ സംബന്ധിച്ചിട്ട് ഒരു ഹോബിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. പണ്ട് കാലത്തുണ്ടായിരുന്നൊരു കോൺസെപ്റ്റാണ് സേഫ്റ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എയർ ബാഗ് എന്നൊക്കെ പറയുന്നത് ഒരു ലക്ഷറി ആണെന്നായിരുന്നു നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന OEMs ഒക്കെ പറഞ്ഞ് പഠിപ്പിച്ചിരുന്നത്. എന്നാൽ ടാറ്റ അവരുടെ 5 സ്റ്റാർ സേഫ്റ്റി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റുമായിട്ട് കാറുകൾ ലോഞ്ച് ചെയ്യാൻ തുടങ്ങി. ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടായിരുന്ന ആ ഒരു മൊണോപ്പൊളി അല്ലെങ്കിൽ ഒരു ഡ്യുവൽ പൊളിയൊക്കെ അവർ അടിച്ച് പറിച്ച് നല്ല രീതിയിൽ അഗ്രസീവായിട്ട് കയറി വന്നു. അതിനൊരു എക്സാമ്പിളാണ് നമ്മുടെ ഈ കിടക്കുന്ന ടാറ്റയുടെ പഞ്ച് എന്ന് പറയുന്നത്. 2021 അവർ ലോഞ്ച് ചെയ്ത വണ്ടി ഇതുവരെ ഏകദേശം 7 ലക്ഷം യൂണിറ്റിന് മുകളിൽ സെല്ല് ചെയ്തു. 7 ലക്ഷം യൂണിറ്റിന് മുകളിൽ. ആൻഡ് ഐ ബിലീവ് ഈ ഒരു സബ് 4 മീറ്ററിലേക്കുള്ളൊരു ഒരു മിനി SUV അല്ലെങ്കിൽ ഒരു കോമ്പാക്ട് SUV എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്ത് തന്നെ നമ്മുടെ ടാറ്റയാണ്. ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു പോയായിരുന്നു, എന്തിനാണ് ആൾക്കാർ ഇത്രയധികം പഞ്ച് മേടിക്കുന്നത്, അല്ലെങ്കിൽ എവിടെ കണ്ടാലും പഞ്ചാണല്ലോ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. അത് മാറിയത്, ഞാൻ നേരത്തെ പഞ്ച് ഓടിച്ചിട്ടുണ്ട്, പക്ഷേ ഇന്ന് ഈ പഞ്ച് ഓടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി വൈ പീപ്പിൾ ആർ ബൈയിങ് പഞ്ച് എന്നുള്ളത്. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ വിപ്ലവം കുറിക്കുക എന്ന് പറയുന്നത് ടാറ്റയുടെ ഒരു ഹോബിയാണെന്നുള്ളത്. അതുപോലെ തന്നെ വീണ്ടും ഒരു വിപ്ലവം കുറിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ നമ്മുടെ പുതിയ പഞ്ച് 2026 പഞ്ച് 3 ഓപ്ഷനിൽ അവൈലബിൾ ആണ്. അതായത് പവർ ട്രെയിൻ ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ 3 ഓപ്ഷനിൽ അവൈലബിൾ ആണ്. ഒന്നെന്ന് പറഞ്ഞാൽ അവർ പുതിയൊരു 1.2 ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതിപ്പോൾ മാനുവലിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 2 പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ 1.2 ലിറ്റർ റെവട്രോൺ എഞ്ചിൻ 3 സിലിണ്ടർ എഞ്ചിൻ വരുന്ന ആ ഒരു നോർമൽ പെട്രോൾ എഞ്ചിൻ ഓപ്ഷനുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഫാക്ടറി ഫിറ്റഡ് ആയിട്ട്, യെസ് യു ഹേർഡ് ഇറ്റ് റൈറ്റ്, ഫാക്ടറി ഫിറ്റഡ് ആയിട്ട് CNG ഓപ്ഷൻ താണ്ട് ഇപ്പോൾ ടാറ്റ തരുന്നുണ്ട്. അതായത് ഇപ്പോൾ വേറെ പല മാനുഫാക്ചേഴ്സ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു കിറ്റ് അഡീഷണൽ ചെയ്യാമെന്നാണ് പറയുന്നത്. അതായത് എത്രയോ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ കിറ്റ് വേണമെങ്കിൽ ചില കമ്പനി ചെയ്തു തരും. പക്ഷേ ഇതങ്ങനെയല്ല. നിങ്ങൾ പോയി ഓർഡർ ചെയ്യുമ്പോൾ തന്നെ ടാറ്റയുടെ ഫാക്ടറിയിൽ നിന്ന് തന്നെ ഓൾറെഡി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു CNG വേരിയൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് കുറേയധികം സേഫ്റ്റിക്ക് പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട്. ഓഫ് കോഴ്സ് പഞ്ച് എന്ന് പറയുമ്പോൾ 5 സ്റ്റാർ സേഫ്റ്റി ആയിരിക്കും. നിങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു കാണുമല്ലോ, ഒരു ടാറ്റയുടെ ട്രക്കിനെ ഇടിച്ചിട്ട്, അതായത് ശരിക്കും കണ്ട് ഇങ്ങനെ വരുന്ന ട്രക്കിനെ ഇങ്ങനെ പഞ്ച് ചെയ്ത് അത് ഉരുണ്ട് പോകുന്നു നമ്മൾ കണ്ടു. അതൊക്കെ ശരിക്കും ലൈക്ക് വി ഷുഡ് ബി പ്രൗഡ്. ടാറ്റ ടീം ഡിസേർവ്സ് എ റൗണ്ട് ഓഫ് അപ്ലോസ് എന്ന് പറയുന്ന പോലെ വി ഷുഡ് ബി പ്രൗഡ് ഇൻ വാട്ട് ദേ ആർ ഡൂയിങ്. നമ്മൾ ഇന്ത്യക്കാർക്ക് മറ്റേ സേഫ്റ്റി എന്നൊന്നും പറയുന്ന ആരുടെ ഔദാര്യമല്ല, നമ്മുടെ അവകാശമാണെന്ന് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു ഇന്ത്യൻ ബ്രാൻഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ യൂഷ്വലി ഉള്ള CNG ലോഞ്ച് ചെയ്യുക മാത്രമല്ല, അതിൻ്റെ അകത്ത് അവർ ഇത്തവണ AMD, അതായത് ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്. വളരെ സ്മൂത്തായിട്ടുള്ള ട്രാൻസ്മിഷനാണ്. AMD എങ്ങനെയാണ് ഇത്ര സ്മൂത്തായെന്ന് എനിക്കറിയത്തില്ല. അവർ ആ CNG അതുപോലെ തന്നെ പെട്രോൾ എഞ്ചിൻ AMGയും കൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള, എങ്ങനെയോ അവർ ഇൻറ്റഗ്രേറ്റ് ചെയ്തു നല്ല രീതിയിൽ. എഞ്ചിനീയറിംഗ് ടീം ഡിഡ് എ ഗുഡ് ജോബ്. അപ്പോൾ ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്തിട്ട് ഞാനത് ഫീൽ ചെയ്തിട്ട് പറയുകയാണ്, എനിക്കത് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതെന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾ ഇപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ഡ്രൈവ് ചെയ്യില്ല, നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യില്ല. അപ്പോൾ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, അവർ CNG നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നൊരു അല്ലെങ്കിൽ ഒരു പെർസ്പെക്റ്റീവ് എന്തായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, യൂഷ്വലി CNGകളെന്ന് പറയുന്നത് ടാക്സിക്കാർ യൂസ് ചെയ്യുന്നൊരു കോൺസെപ്റ്റാണ്. പക്ഷേ അതല്ല ഇന്നിപ്പോൾ ഇവിടെ കിടക്കുന്നത് നമ്മുടെ CNGയുടെ ഓട്ടോമാറ്റിക് വരുന്ന ഫുൾ ഓപ്ഷൻ വെഹിക്കിളാണ്. ഞാൻ അങ്ങനെ ടാക്സിക്കാരെ കുറച്ച് പറഞ്ഞതല്ല. അതായത് ടാക്സി എന്ന് പറയുന്ന എക്കണോമി എന്ന് പറയുന്നത് അവർക്ക് ഏറ്റവും ഫീച്ചേഴ്സ് കുറച്ചിട്ട് മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ട് റൺ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഗോൾ. ഒരു സാധാരണ ആൾക്കാരെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ നമ്മൾ ഒരു ഫാമിലി യൂസ് എന്ന് പറയുമ്പോൾ ഫീച്ചേഴ്സിനായിരിക്കും കുറച്ചുകൂടെ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ഫീച്ചേഴ്സിന് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടും CNG നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കോൺസെപ്റ്റ് ആണെന്നും അത് കുറച്ചും കൂടെ അഡാപ്റ്റഡ് ആവണമെന്നും വേണ്ടിയിട്ടാണ് ടാറ്റ ഇങ്ങനെയൊരു ഡിസിഷൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഒരു നല്ലൊരു തീരുമാനമാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഡോക്ടർ ഡ്രൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസൈൻ സ്റ്റൈലും നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും മെയിൻലി ചേഞ്ച് വന്നിരിക്കുന്ന ഈ ഒരു ഫ്രണ്ട് പോർഷനിലാണ്. അവിടെ താണ്ടെ പണ്ടത്തെ ഉണ്ടായിരുന്ന ആ DRL കുറച്ചുകൂടെ തിന്നായിട്ടുണ്ട്, കുറച്ചുകൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ആ ഒരു കണക്റ്റഡ് ഫീൽ തരുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു ഫ്രണ്ട് ഡിസൈൻ ത്രൂ ഔട്ട് പോയിരിക്കുന്നത്. ബമ്പറാണെങ്കിലും കുറച്ചുകൂടി ഒരു 3D സ്ട്രക്ചർ, ലൈക്ക് കുറച്ചുകൂടി ഒരു 3D ചെയ്ത് അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് ആ ഒരു ബമ്പറിൻ്റെ ഡിസൈനിങ് വന്നിരിക്കുന്നത്. 3 കളർ ഷെയ്ഡാണ് താണ്ട് ഇവിടെ പോയിരിക്കുന്നത്. ഇതാണ് ഇവൻ്റെ ഹെഡ്ലൈറ്റ് വരുന്നത്. താഴെ ഫോഗ് ലാമ്പും അതുപോലെ തന്നെ കോർണറിംഗ് ലാമ്പും കൊടുത്തിട്ടുണ്ട്. താഴെ എയർ കയറുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയ
ചെറിയ സ്പേസസ് അവിടെ വരുന്നുണ്ട്. ഇത് നമ്മുടെ 360 ഡിഗ്രി ക്യാമറയുടെ ഒരു ക്യാമറ ഫ്രണ്ടിൽ വരുന്നുണ്ട്. ഒരു റഡാറിനുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഫ്യൂച്ചറിൽ അവർ അഡാസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഇപ്പോൾ എന്താണെങ്കിലും അതിനുള്ളൊരു ഫ്യൂച്ചർ പ്രൊവിഷൻസാണ് അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ സൈഡ് പ്രൊഫൈൽസിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഇവിടെ ദാണ്ട് 16 ഇഞ്ചിൻ്റെ അലോയ്സാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഡ്യുവൽ കളർ ഷെയ്ഡാണ് വരുന്നത്. സൈഡ് പ്രൊഫൈൽ വരുമ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന പോലെ ആ ഒരു നോർമലായിട്ടുള്ള പണ്ടോട്ടുള്ള ഒരു ഡ്യുവൽ കളർ ഷെയ്ഡ്. മുകളിലത്തെ റൂഫ് റെയിൽസ് ആണെങ്കിലും പിയാനോ ബ്ലാക്കിലാണ് കൊടുത്തിരിക്കുന്നത്. ഡോർസ് ഫ്ലഷ് ഡോറല്ല, നമുക്ക് പഴയ ആ ഒരു നല്ല രസമുള്ള ആ ഒരു ഫീൽ കിട്ടുന്ന രീതിയിലുള്ള ആ ഒരു ഡോസാണ് അവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഡോറിൻ്റെ അതിൻ്റെ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് കേൾക്കാം. കണ്ടോ? ഇത് വേണേൽ ഞാൻ ഒന്നുകൂടെ അടച്ച് കാണിച്ചു തരാം. സി ദിസ് ഈസ് വാട്ട് ക്വാളിറ്റീസ് നമുക്ക് പറയാൻ പറ്റും. ദാണ്ട് ബാക്കിലത്തെ ഡോറ് ദാണ്ട് മുകളിൽ ദാണ്ട് ഒളിപ്പിച്ച് വെച്ചിട്ട് തന്നെയാണ് അവർ അത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് എലിഫൻറ്റിനെ കാണാം. ഞാനല്ല, വീണ്ടും പറയുന്നു, വണ്ണം കുറച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾ കമൻറ്റ് ചെയ്യണമെന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് മാനുവലാണ് കേട്ടോ, നമ്മൾ അപ്പ് ചെയ്യണം. ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു CNG വണ്ടിയാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം ദാണ്ട് എൻ്റെ 2 ലഗേജസ് ഓൾറെഡി ദാണ്ട് ഇതിൻ്റെ അകത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 220 ലിറ്ററോളം ഇതിന് ബൂട്ട് സ്പേസ് വരുന്നുണ്ട്. 220 ലിറ്ററോളം നമ്മൾ മടക്കിയൊന്നും വയ്ക്കാതെ. ഇവിടെ താഴെയാണ് ദാണ്ട് 2 സിലിണ്ടറുകൾ ദാണ്ട് CNGയുടെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതും വളരെ സ്മൂത്തായിട്ടാണ് അതിൻ്റെ ഇൻറ്റഗ്രേഷൻ വന്നിരിക്കുന്നത്. ഇത് ക്ലോസ് ചെയ്യാനാണെങ്കിലും മാനുവലായിട്ട് തന്നെ നമ്മൾ ക്ലോസ് ചെയ്യണം. പക്ഷേ ഇവിടെ ഒരു ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദാണ്ട് നമുക്ക് നല്ല സിമ്പിളായിട്ട് അതിനെ ക്ലോസ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ ബാക്കിലത്തെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ത്രൂ ഔട്ട് കണക്റ്റഡ് ആയിട്ട് പോകുന്ന ഒരു LED സ്ട്രിപ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ദാണ്ടൊരു റൈനോ കുട്ടനെ കൊടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. പഞ്ചെന്ന് പറഞ്ഞൊരു ലെറ്ററിങ് കൊടുത്തിട്ടുണ്ട്. ദാണ്ട് 3 കളർ ഷെയ്ഡാണ്. ഓക്കെ, സ്കിഡ് പ്ലേറ്റ്സ് ആ ഒരു രീതിയിലും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിൻ്റെ ഡിസൈൻ ഒന്ന് കണ്ടു നോക്കാം. ബാക്കിൻ്റെ ഡിസൈൻ അല്ല കേട്ടോ, ബാക്ക് സ്പേസ് ഒന്ന് കണ്ടു നോക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. ഞങ്ങളിപ്പോൾ കയറി വന്ന വഴി എന്ന് പറയുന്നത് ഒരു ഓഫ് റോഡിംഗ് ആയിരുന്നു. ഇത് നമ്മുടെ കളമശ്ശേരിയിലുള്ള പോലെ അങ്ങറ്റം ഇങ്ങറ്റം ക്ലോസ് ആയിട്ട് കിടക്കുന്ന ഹൈവേ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കേരളത്തിലല്ലാതെ നല്ല രീതിയിൽ പല ആക്സിലറേഷനും ബ്രേക്ക് ടെസ്റ്റും ഒക്കെ ചെയ്യാൻ പറ്റും. ഇതാണ് നോർമൽ, ഇപ്പോൾ സാധാരണ ഒരാളിരിക്കുന്നൊരു രീതിയിലാണ് ഇതിൻ്റെ സീറ്റ്സ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവൻ്റെ ഒരു ലെഗ് റൂം വരുന്നത്. ഇരിക്കുന്നത് നല്ല സുഖമുണ്ട്. അതായത് നമ്മളൊരു ഹൈറ്റി പൊസിഷനിലിരിക്കുന്ന ഒരു SUV ഫീല് നമുക്ക് ഇതിൽ നമ്മൾ ഇരിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ആം റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ സീറ്റ്സിൻ്റെ ഡിസൈൻ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഇവിടെ ഒരു എക്സ്റ്റെൻഡബിൾ ആയിട്ടുള്ള തൈ സപ്പോർട്ട് വരുന്നുണ്ട്. അത് ജസ്റ്റ് ഷോയ്ക്കല്ല, നമ്മൾ ആ സീറ്റിലിരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് അറിയാൻ പറ്റും. അതായത് ഇതുണ്ടോ, എൻ്റെ കാലിരിക്കുന്നുണ്ടോ, ആ ഒരു എക്സ്റ്റെൻഡബിൾ തൈ സപ്പോർട്ടൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. ഡോർ പാർട്സ് എടുത്തു കഴിഞ്ഞാൽ ഒരു ഡ്യുവൽ കളർ ഷെയ്ഡാണ്. ഇതിപ്പോൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ലോക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ട്യൂട്ടർ വരുന്നുണ്ട്. ഇവിടെ മെയിൻ സ്പീക്കർ, ഒരു ഡ്യുവൽ ഷെയ്ഡ്. ഓഫ് കോഴ്സ് സൺഷെയ്ഡ് ഇല്ല. അത് പിന്നെ ഈ പ്രൈസിന് സൺഷെയ്ഡും കൂടെ വേണമെന്ന് പറഞ്ഞാൽ അവർ ചിലപ്പം കാലെടുത്ത് നിങ്ങൾക്ക് തരാനുള്ളൊരു സാധ്യതയുണ്ട്. ഇവിടെ ദാണ്ട് മുകളിൽ ഒരു സൺ റൂഫ് കൊടുത്തിട്ടുണ്ട്. അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് ആണ് കേട്ടോ, മറ്റേ ഫിക്സ്ഡ് അല്ല, അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് തന്നെയാണ് വരുന്നത്. ഹെഡ് റൂം കൂടെ കാണിച്ചു കൊടുത്തരി. എനിക്ക് അത്യാവശ്യം മുഴുപ്പും സൈസും ഹൈറ്റും ഉള്ളൊരു മനുഷ്യനാണ്. എനിക്ക് നല്ല കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും എല്ലാവർക്കും ഇരിക്കാൻ പറ്റുന്നുള്ള എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. ഈ സൈഡിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഇവിടെ മിഡിലിലാണ് ഇതിൻ്റെ ഒരു AC വെൻസ് കൊടുത്തിരിക്കുന്നത്. താഴെ താണ്ടൊരു 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജസും അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യുന്നതിന് മുമ്പ് ഒരു സൂത്രം കാണിച്ചു തരാം. അപ്പോൾ മുമ്പേ ഞാൻ നിങ്ങൾക്ക് എഞ്ചിൻ ബേ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിരുന്നു ഇത് ഓപ്പൺ ആക്കിയിട്ട്, പക്ഷേ മറന്നുപോയി, റിവ്യൂ ചെയ്ത വഴിക്ക് ആ വഴി പോയി. ഇത് ശരിക്കും 3 സിലിണ്ടർ ഇതുണ്ടോ, 1 2 3 3 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. ഇത് നോർമലാണ്, നാച്ചുറലി ആസ്പിറേറ്റഡ് ആണ്. 1.2 ലിറ്റർ, അത്യാവശ്യം CC കൂടുതലുണ്ട്. ഏതാണ്ട് 87 bhp, 110 സംതിങ് 108 Nm ടോർക്കുമാണ് വരുന്നത്. CNG മോഡിലേക്ക് മാറ്റുമ്പം ആ 72 bhp സംതിങ് ആയിട്ട് കുറയും. സിറ്റീസിലൊക്കെയാണ് CNG വരുന്നത്. പക്ഷേ ഇത് രണ്ടും കൂടെ കമ്പൈൻഡ് ആയതുകൊണ്ട് നമുക്ക് ഏകദേശം ഫുൾ പൊട്ടൻഷ്യൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പവർ ഫിഗേഴ്സ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പം വണ്ടി സ്റ്റാർട്ടാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് സൂത്രം കാണിച്ചു തരാമെന്ന് പറഞ്ഞല്ലോ, അതിന് വേണ്ടിയാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തത്. അതായത് നമ്മൾ കണ്ട നോർമലി ഇവിടെ പെട്രോളിൻ്റെ ലിഡ് അവിടെയാണ് CNG ഫില്ല് ചെയ്യുന്നത്. ഇപ്പോൾ വണ്ടി ഓണാണല്ലോ, നിങ്ങൾ കണ്ടല്ലോ. ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്തു, വണ്ടി ഓഫ് ആയതുണ്ടോ. ഇതാണ് ഫാക്ടറിയിൽ നിന്ന് തന്നെ നമ്മൾ ഫിറ്റ് ചെയ്ത് വരുന്ന CNGയുടെ ഗുണം എന്ന് പറയുന്നത്. സേഫ്റ്റിക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കംപ്ലീറ്റ്ലി ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് CNG ഫില്ല് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും എൻജിൻ ഓൺ ആവരുത്. ഇതാണ് അവൻ്റെ സ്റ്റാർട്ടിങ് ആനിമേഷൻസ് ഒക്കെ വരുന്നത്. ഹൈറ്റ് സീറ്റ് താണ്ട് ഞാൻ പറഞ്ഞ പോലെ തൻ്റെ തൈ സപ്പോർട്ട്സ് ഒക്കെയുള്ള സീറ്റ്സാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ താണ്ട് പിടിച്ച് സീറ്റിൽ നല്ല പ്രോപ്പറായിട്ട് ഹോൾഡ് ചെയ്യുന്ന രീതിയിലാണ് അവൻ്റെ ഒരു പൊസിഷനിങ് പോയിരിക്കുന്നത്. ഇവിടെ ഇത് കൂൾഡ് അല്ലെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇതൊക്കെ നമ്മൾ ഓൾറെഡി കുറേ റിവ്യൂ ചെയ്തല്ലോ, അതുകൊണ്ടാണ് പറയാത്ത 3 ഷെയ്ഡിലുള്ള ഒരു ഡിസൈനാണ് പോയിരിക്കുന്നത്. ഇത് പുതിയൊരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട്. ഇതാണ് അവൻ്റെ പുതിയ ക്ലസ്റ്റർ. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ CNG ആയതുകൊണ്ട് ഇവിടെ കുറച്ച് ഓപ്ഷൻസും കുറച്ചധികം മീറ്റേഴ്സും ഒക്കെ നിങ്ങൾക്ക് കാണാം. മുകളിൽ താണ്ട് ഈ കാണുന്നതാണ് CNGയുടെ ടാങ്കിൻ്റെ
ലിറ്ററിൻ്റെ കപ്പാസിറ്റി അവർ പറയുന്നത്. താഴെ നമ്മുടെ നോർമൽ പെട്രോളാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇവൻ്റെ ഒരു ഇതാണ് എൻ്റെ ഒരു ഡ്രൈവിംഗ് പൊസിഷൻ എന്ന് പറയുന്നത്. എൻ്റെ ഹൈറ്റ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. എൻ്റെ മുകളിൽ ഒരു സൺറൂഫ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്വിച്ചാണ് ഇവിടെ വരുന്നത്. എമർജൻസി SOS, കോള്, അങ്ങനെ ബേസിക്കലി വേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും വരുന്നുണ്ട്. 6 എയർ ബാഗുകൾ വരുന്നുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ഞാൻ ഈ എയർ ബാഗ് തുറന്ന് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഇടിപ്പിച്ച് തുറന്ന് കാണിക്കുകയല്ല, ഓൾറെഡി ടാറ്റ ഇത് ഡിപ്ലോയ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി ഇവിടെ നമുക്ക് ഇതിൽ ഹിൽ ക്ലൈംബ് അസിസ്റ്റും വരുന്നുണ്ട്, അതുപോലെ ഹിൽ ഡിസെൻറ്റും കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ 360 ഡിഗ്രി ക്യാമറയുടെ വ്യൂ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ടാറ്റയുടെ ഈ ഒരു ക്യാമറ എന്ന് പറയുന്നത് വേറെ ലീഗാണ് കേട്ടോ. ഇതിൻ്റെ ക്വാളിറ്റി നിങ്ങൾ പല പ്രീമിയം കാറിലും കയറിയിട്ട് അതിൻ്റെ ക്വാളിറ്റി നമ്മുടെ ഈ ടാറ്റയുടെ ക്വാളിറ്റി നമ്മളൊന്ന് കമ്പയർ ചെയ്താൽ മതി. ഇവിടെയാണ് നമ്മൾ CNG ഓണാക്കുന്ന സ്വിച്ച് കൊടുത്തേക്കുന്നത്. 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ട്, വയർലെസ് ചാർജർ കൊടുത്തിട്ടുണ്ട്, 12 വോൾട്ട് നോർമൽ സോക്കറ്റ് വരുന്നുണ്ട്. ഇതാണ് AMD. നമുക്ക് മാനുവലിലേക്ക് തട്ടിയിടാൻ പറ്റുന്ന രീതിയിലുള്ള ഇത് കുറച്ചുകൂടി ഒരു സ്റ്റിഫ് ആയിട്ടുണ്ട്, ഹോൾഡ് ചെയ്യാനൊക്കെ കുറച്ചുകൂടി ഒരു സ്മൂത്ത് ആയിട്ടുണ്ട്. നോർമൽ മാനുവൽ ഹാൻഡ് ബ്രേക്കാണ് അവന് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട് നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ആദ്യം തന്നെ ഈ വെഹിക്കിളിൽ കയറി ട്രാവൽ ചെയ്യുമ്പോൾ ഫീൽ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇത് ശരിക്കും നമ്മുടെ ഇന്ത്യൻ റോഡ്സിന് വേണ്ടിയിട്ട് ബിൽഡ് ചെയ്തിട്ടുള്ളതാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അതായത് നമ്മുടെ റോഡ് സൈഡിൽ നിന്ന് കാണിച്ചു കൊടുത്തത്, അതായത് ഇത് നമ്മുടെ ഇതൊരു ക്ലോസ്ഡ് ഹൈവേയാണ്, എന്നാൽ പോലും ഇറ്റ് ഡു ഹാവ് ഇറഗുലർ പാച്ചസ്. ഇതുണ്ട്, ഇവിടെ വരുമ്പോഴത്തേക്കും ഒരു ഇറഗുലർ പാച്ച് ഉണ്ട്, ഇല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒരു വലിയ ചാട്ടോ അല്ലെങ്കിൽ ഒരു കുഴിയൊക്കെ കാണും. അങ്ങനത്തെ റോഡ്സിന് വേണ്ടിയിട്ടാണ് ഇവൻ എഞ്ചിനീയർ ചെയ്തിട്ടുള്ളതെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ആ ഒരു റോഡുകളിലൂടെ ഇവൻ ശരിക്കും ഗ്ലൈഡ് ചെയ്ത് പോകുന്നൊരു ഫീലിംഗ് ആണ് നമ്മുടെ ടാറ്റയുടെ പഞ്ച് തരുന്നത്. എനിക്ക് ഫസ്റ്റ് ഓടിച്ചപ്പോൾ തന്നെ നമ്മൾ പല പ്രീമിയം കാറിൽ ഇരിക്കുന്നതിനേക്കാളും ഇവന് ഫ്രീക്വൻസി അഡാപ്റ്റീവ് ഡാമ്പേഴ്സ് കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ എയർ സസ്പെൻഷൻ അങ്ങനെ ഒന്നും വരുന്നില്ല. പക്ഷേ നമ്മുടെ ബേസിക്കലി ഒരു നോർമൽ സസ്പെൻഷനെ അവർ ട്യൂൺ ചെയ്ത് ഈ ഒരു ക്വാളിറ്റിയിൽ എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇമാജിൻ ദ എൻജിനീയറിംഗ് ദാറ്റ്സ് ബീൻ ഗിവൺ ഇൻ ടു ദിസ് പർട്ടിക്കുലർ പ്രൊഡക്റ്റ്. അതുപോലെ അടിപൊളിയായിട്ടുള്ളൊരു സസ്പെൻഷനാണ്. ഞാൻ താണ്ട് ഈ റഫ് പാച്ചസിൽ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ചാടിച്ച് കാണിച്ചു തരാം. ഇതൊക്കെ നമ്മുടെ ഇന്ത്യൻ റോഡ്സിലുണ്ടാകുന്ന സിനാരിയോസാണ്. എന്ത് ബട്ടർ സ്മൂത്തായിട്ടാണ് അവൻ ഹാൻഡിൽ ചെയ്തിരിക്കുന്നതൊക്കെ. അപ്പോൾ താണ്ട് നമ്മൾ റിവ്യൂ ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ ട്രിപ്പിൾസ് അല്ലേ പ്രശ്നം, താണ്ട് അതിൽ നിന്ന് എണ്ണിക്കുക ഫ്രണ്ടിൽ പോകുന്ന ബൈക്കിൽ 1, 2, 3, 4 ആ 2 ബൈക്കിലും കൂടെ 7 ആൾക്കാർ പോകുന്നുണ്ട്. എന്തല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ഇന്ത്യൻ റോഡ്സിനേക്ക് വേണ്ടിയിട്ടുള്ള അടിപൊളി ഒരു സസ്പെൻഷനാണ് താണ്ട് ഇവന് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ പിടിച്ചിരുന്നതാണ്. ഹാൻഡ്ലിംഗ് ആണെങ്കിലും ഇതുണ്ടോ, എന്നാ തലകുത്തി ഇന്നലെ വണ്ടി മറിയില്ല, അത്രയും സ്റ്റേബിൾ ആയിട്ടുള്ള ഹാൻഡ്ലിംഗ് ആണ് ഇവന് കൊടുത്തിരിക്കുന്നത്. എനിക്ക് ഇത്ര കോൺഫിഡൻസ് വന്നത് ഇന്നലത്തെ നമ്മുടെ വീഡിയോ കണ്ടായിരുന്നു, നിങ്ങൾ ആ ഓഫ് റോഡിങ് വീഡിയോ കണ്ടായിരുന്നു. നമ്മൾ 6 ആഗിൽ മറ്റേ കുഴിയിൽ 90 ഡിഗ്രി 33 ഡിഗ്രി എല്ലാത്തിലും ഓടിച്ചിട്ട് ഇവനൊരു പ്രശ്നമില്ല. അന്നേരം നമുക്ക് ആ ഡ്രൈവ് ചെയ്യുമ്പോൾ ആ ഒരു സ്റ്റെബിലിറ്റി നമുക്ക് ഫീൽ ചെയ്യില്ല. അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തുകൊണ്ടിട്ടാണ് ഞാൻ ഈ സർക്കസൊക്കെ കാണിച്ചത്. എന്താണെങ്കിലും ബാക്കിൽ വണ്ടിയൊന്നുമില്ല, വളരെ സ്റ്റേബിളായിട്ട് തന്നെ. ഇപ്പോൾ ഒരു ബൈക്കാരുണ്ടായിരുന്നു, വണ്ടി ഞാൻ ഒതുക്കി കൊടുത്തു. ഹായ്, നല്ല സ്റ്റേബിളായിട്ട് വണ്ടിയുടെ ഹാൻഡ്ലിങ് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും, അതായത് ഇതിൻ്റെ ഒരു ഫീൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു SUV ഫീലാണ്. നമ്മളൊരു ചെറിയൊരു കാർ ഓടിക്കുന്ന ഫീലല്ല. ശരിക്കും നമ്മൾ സ്റ്റിയറിംഗ് കയ്യിലേക്ക് പിടിക്കുമ്പോഴത്തേക്കും ആ ഒരു വെയിറ്റ് ഫീൽ ചെയ്യുന്ന രീതിയിൽ, സ്പീഡ് കൂടുന്തോറും വെയിറ്റ് നമുക്ക് കൂടും. ആ ഒരു രീതിയിലാണ് ഇവൻ്റെ ഒരു സ്റ്റിയറിങ്ങിൻ്റെ ഒരു ഇൻ്റഗ്രേഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റിയറിംഗ് ഫീല് കമ്പനി ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പറഞ്ഞിട്ട് നല്ല ഹാൻഡ്ലിംഗ് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സേഫ്റ്റി നിങ്ങൾ കണ്ടു കാണുമല്ലോ, CNG ഫാക്ടറി ഫിറ്റഡ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ഒത്തിരിയധികം സേഫ്റ്റി ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഇനി നമ്മൾ AMDയുടെ ഒരു റെസ്പോൺസ് എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ ഡ്രൈവ് ചെയ്തിട്ടുള്ള, എനിക്ക് പണ്ടേ വലിയ ഇഷ്ടമുള്ള ഒരു ട്രാൻസ്മിഷൻ അല്ല AMD. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നമ്മുടെ സെലേറിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ AMD നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. പക്ഷേ ഈ AMD എന്നൊക്കെ പറയുന്നത് വണ്ടിക്ക് കുറച്ചുകൂടെ പവർ ലോ ഉണ്ടാകുമെന്ന് തോന്നുന്നു. വളരെ സ്മൂത്താണ്. ഇതിപ്പോൾ നിങ്ങൾ തന്നെ നോക്കി, ആ ഒരു ജെർക്കി ഫീൽ. ഞാനിപ്പോൾ താണ്ട് ഒന്നും കൂടെ ആക്സിലേഷൻ കൊടുക്കാൻ വേണ്ടി ഒന്നുകൂടെ കൊടുത്തു, ഒരു ഗിയർ താണ്ട് ഡൗൺ ആയി. ഇപ്പോൾ നമ്മൾ 2nd ഗിയറിലാണ് പോകുന്നത്, 3rd ഗിയറിലേക്ക് കയറി. അവിടെ ഒരു ജേർക്കിനെസ് ഭയങ്കരമായിട്ട് വരുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ ജസ്റ്റ് മൈൽഡായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ വളരെ സ്മൂത്തായിട്ട് ആ ഒരു AMD ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ശരിക്കും ഒരു എൻട്രി ലെവൽ സെഗ്മെൻറ്റിൽ ഒരു ബെസ്റ്റ് ഓപ്ഷനാണെന്ന് പറയാൻ പറ്റും. ഇതൊരു എൻട്രി ലെവൽ കാറാണോ എന്ന് പോലും നമുക്ക് സംശയം വരും, കാരണം ആ ഒരു രീതിയിലാണ് ടാറ്റ ഇവൻ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പോലും നമ്മളൊരു ചെറിയൊരു പാച്ച് ചാടി, അറിഞ്ഞോ? ഇല്ല, ഞാനും അറിഞ്ഞില്ല. ഇനി നമുക്കിതിൻ്റെ CNG വേരിയൻസിനെ കുറിച്ച് അല്ലെങ്കിൽ CNGയുടെ ഓപ്ഷൻസിനെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ നമ്മളിത് ഇപ്പോൾ ഇത്രയും കാലം CNG വേണമായിരുന്നു. ഞാൻ താണ്ട് ഇപ്പോൾ ഒന്നും കൂടെ താണ്ട് ഓൺ ചെയ്തപ്പോൾ അവിടെ CNGയുടെ ഓപ്ഷൻ താണ്ട് ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ റൺ ചെയ്യുന്ന മോഡ് നിങ്ങൾ കണ്ടോ, അതായത് 85% CNG 15% പെട്രോളിലുമാണ് ഇപ്പോൾ ഇവനെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടറല്ല. അത് കണ്ടോ, ആ ഹമ്പൊന്നും നമ്മൾ അറിയുന്ന പോലും ഇല്ല.
അത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടറല്ല, അത് കംപ്ലീറ്റ്ലി ഇവൻ്റെ ഒരു ഇൻ്റലിജൻസ് വെച്ചിട്ടായിരിക്കും അതിൻ്റെ ഒരു ഡിസിഷൻസും ഒക്കെ വരുന്നത്. നോക്കി എന്ത് സ്മൂത്താന്ന് നോക്കി, പാഡിൽസും കൊടുത്തിട്ടുണ്ട്. പാഡിലിട്ട് വേണമെങ്കിൽ നമുക്ക് അവനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അത് നല്ല സ്മൂത്താണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ശരിക്കും ഷോക്കിംഗ് ആക്കി കളഞ്ഞിട്ടുണ്ട് ഈ ടാറ്റ പുതിയൊരു പഞ്ചും കൂടെ വെച്ചിട്ട്. ശരിക്കും പണ്ടത്തെ ഇതേ ഫീഡ്ബാക്ക് ഉണ്ടായിരുന്നു, പക്ഷേ അതിലും കുറേയധികം നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഇവന് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മൈലേജ് ഫിഗേഴ്സ് എന്ന് പറയുന്നത് CNGയിൽ 1 കിലോയിൽ ഏകദേശം 27-28 കിലോമീറ്റർ ഓടുന്നാണ് പറയുന്നത്. നോർമൽ നമ്മുടെ പെട്രോൾ ആണെങ്കിൽ ഏകദേശം 19-20 കിലോമീറ്റർ മൈലേജ് കിട്ടുമെന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ ഫ്രണ്ടിലോട്ട് തന്നെ ക്യാമറ കാണിച്ചു, ഞാൻ ആ റഫ് പാച്ചസിലൂടെ ഓടിക്കുന്ന ഇവർക്കൊന്ന് കാണിച്ചു കൊടുത്തേക്കാം. ഇത് ഞാൻ പറഞ്ഞ പോലെ ഒരു ക്ലോസ്ഡ് റോഡാണ്, വേറെ അധികം വണ്ടികളൊന്നും ഇതിലെ വരാനില്ല. നമ്മുടെ ഐ-ടർബോ വേരിയൻറ്റ് വന്നു, നമ്മുടെ ദിനേഷ് ബ്രോ വന്നിട്ടുണ്ട്. ബ്രേക്ക് ടെസ്റ്റും കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ടാറ്റയുടെ സേഫ്റ്റി ഓൾറെഡി ടാറ്റ ചെക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ചെക്ക് ചെയ്യേണ്ട. ഓക്കെ, ഇതാണ് ഇവൻ്റെ ഒരു ആക്സലേഷൻ എന്ന് പറയുന്നത്. നോക്കണേ, ഇനിയിപ്പോൾ ജസ്റ്റ് ഒരു ബ്രേക്കിംഗ് എഫിഷ്യൻസി കൂടെ ഒന്ന് കാണിക്കുകയാണെങ്കിൽ, ഇതിപ്പോൾ ഒരു കണ്ടോ ചരളി പോലും എന്ത് അടിപൊളിയായിട്ട് അവൻ പെർഫോം ചെയ്തെന്ന് കണ്ടോ. അതും കൊള്ളാം കേട്ടോ, നല്ല ബ്രേക്കിംഗ് എഫിഷ്യൻസി വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് CNG ഓഫ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ പെർഫോമൻസ് ഒന്ന് കാണിച്ചു തരാം. CNG ഓഫ് ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ പെർഫോമൻസ് ഇൻക്രീസ്ഡ് ആവുന്നുണ്ട്. ഒന്നുകൂടെ ബ്രേക്കിംഗ് എഫിഷ്യൻസി കാണിച്ചു തന്നു. ഇപ്പോൾ 80 കിലോമീറ്റർ സ്പീഡായിട്ടുണ്ട്. ഞാൻ തന്നെ ഫുൾ പ്രസ്. ഇവൻ്റെ മൈലേജും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്താൽ കേട്ടോ. അതാണ്ട് ഏകദേശം നമ്മളിപ്പോൾ ഫുള്ള് പെട്രോൾ മോഡിലാണ് ഡ്രൈവ് ചെയ്യുന്നത്. 22 കിലോമീറ്റർ ഒക്കെ കേട്ടോ ഹൈവേയിൽ കാണിക്കുന്നത്. ഞാനൊരു 70-80 കിലോമീറ്റർ സ്പീഡിൽ 80-ന് മുകളിലാണ് ഡ്രൈവ് ചെയ്ത്. ശരിക്കും മൈലേജ് ഉണ്ട്. ഞാൻ ഇത്രയും നേരം ആക്സലേഷൻ ടെസ്റ്റും ബ്രേക്ക് ടെസ്റ്റും ഒക്കെ ചെക്ക് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് നോക്കി റീസെറ്റ് ചെയ്യാൻ നോക്കിയ സമയത്ത് 16 കിലോമീറ്റർ കാണിക്കുന്നുണ്ടായിരുന്നു. ഇത് കയ്യടി നേടും കേട്ടോ. CNGയും കൂടെ വന്നു കഴിയുമ്പോൾ അപ്പോൾ എന്തോരം മൈലേജ് കാണുന്നതെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് തുടങ്ങിയേക്കുന്നത് നമുക്ക് 5.59 നോർമൽ, അതായത് CNG അല്ലാതെ നോർമൽ പെട്രോൾ എഞ്ചിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു ഡീലാണ്. നിങ്ങൾക്കൊരു ബേസിക് കാറാണ് വേണ്ടതുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ നമ്മുടെ CNG വേരിയൻറ്റ് വരുമ്പോൾ ഏകദേശം 6.7 lakhs കമ്പനി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് CNG AMT വേണമെന്നുണ്ടെങ്കിൽ അതിന് വരുന്നത് 8.74 lakhs സംതിങ് ആണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ നല്ലൊരു ഡീലാണ്. ഇതിനിപ്പോൾ CNG മോഡിൽ തന്നെ അത് അങ്ങനെയാണ് ഇവർ മൈലേജ് പറയുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. അതായത് 27-28 കിലോമീറ്ററാണ് 1 കിലോ മറ്റേ CNG ഗ്യാസിൽ ഇവൻ റൺ ചെയ്യുന്നത്. ഇനിയിപ്പോൾ 1 ലിറ്റർ പെട്രോൾ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 19-20 കിലോമീറ്ററും ഇവൻ റൺ ചെയ്യുന്നുണ്ട്. ഇതുണ്ടോ അവൻ്റെ സസ്പെൻഷൻ്റെ ഒരു ക്വാളിറ്റി, അത് നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും കേട്ടോ. എത്രമാത്രം സ്റ്റിഫാണ് ഇവൻ്റെ സസ്പെൻഷനിലുള്ള. പിന്നെ സ്റ്റിയറിംഗ് ആണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും നല്ല രീതിയിൽ മോഡേണൈസ് ചെയ്തിട്ട് കണ്ടോ. ആ കാമ്പൊക്കെ കണ്ടോ, അറിഞ്ഞു പോലുമല്ലോ. ബ്ലാക്കാണ്, ആർട്ടിഫിഷ്യൽ ലെതർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹിൽ ഡിസെൻറ്റ് കൺട്രോൾ വരുന്നുണ്ട്, അതായത് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഹോൾഡ് ചെയ്ത് നിന്നോളും. ഹിൽ ക്ലൈം കൺട്രോൾ വരുന്നുണ്ട്, നമുക്ക് നമ്മൾ കയറുന്ന സമയത്ത് ഒരു 3 സെക്കൻഡ് നേരത്തേക്ക് ഹോൾഡ് ചെയ്തോളും. അത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കേസാണ്. 360 ഡിഗ്രി ക്യാമറ, CNG, ഇതൊക്കെയാണ് ഇവൻ്റെ ഒരു നോർമൽ ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഇത് ഏകദേശം ഒരു അഷ്വേർഡ് തിങ് ആണ്. 2026 ഹയസ്റ്റ് സെല്ലിംഗ് മോഡലായിരിക്കും മോസ്റ്റ് പ്രോബ്ലി നമ്മുടെ പഞ്ചെന്ന് പറയുന്നത്. കാരണം ഭയങ്കര വാല്യൂ ഫോർ മണി ഡീലാണ്. നല്ല വണ്ടിയാണ്. മറ്റേ ഉണ്ടക്കണ്ണാണ് എന്നൊക്കെ പറയുന്നതല്ല, മറ്റേ പട്ടണത്തിൽ ബോധത്തിൽ പറയുന്നതല്ലേ, നല്ല മനസ്സാണ്. ഉണ്ടക്കണ്ണാണെന്നൊക്കെ പറയുന്നാൽ നല്ല വണ്ടിയാണ്. മൈലേജ് ഉണ്ട്. സർവീസിനെ കുറിച്ച് നിങ്ങൾ ഇത്രയും വറീഡ് ആവേണ്ട കാര്യമില്ല. നമുക്ക് നല്ല പുതിയ സർവീസ് സെൻ്ററുകൾ വന്നിട്ടുണ്ട്. നിങ്ങൾ പുതിയതായിട്ട് ടാറ്റ എടുത്ത ആൾക്കാരുടെ അടുത്ത് ഡിസ്കസ് ചെയ്യുക. പണ്ട് ടാറ്റയ്ക്ക് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ടാറ്റയുടെ കാറുകൾ മാത്രമല്ല റിവ്യൂ ചെയ്യുന്നത്, ഞാൻ എല്ലാ വെഹിക്കിൾസ് റിവ്യൂ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കിപ്പം ഈയിടെയായിട്ട് ടാറ്റയുടെ വെഹിക്കിൾസ് നല്ല രീതിയിൽ ഇഷ്ടമാണ്. അതിൻ്റെ റീസൺ എൻ്റെ കയ്യിലൊരു പഞ്ച് ഞാൻ എൻ്റെ കയ്യിലൊരു ടിയാഗോ ഉണ്ട്, ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട്. അപ്പം കൈൻഡ് ഓഫ് ഐ ടേൺഡ് ആൻഡ് ലൈക്ക് ഇറ്റ് ബിക്കം ആൻ അഡിക്ഷൻ ടുവേർഡ്സ് ടിയാഗോ EV. ഒരു ഇലക്ട്രിക്കൽ വെഹിക്കിളിന് ഒരു അഡിക്ഷനായി. ഞാൻ 15 ലക്ഷം രൂപയ്ക്ക് അണ്ടറിൽ 10 ലക്ഷം രൂപയ്ക്ക് അണ്ടറിൽ ആരൊരു കുഞ്ഞ് ഓട്ടോമാറ്റിക് നോക്കിയാൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നൊരു വണ്ടിയാണ് ടിയാഗോ EV. അതുപോലെ തന്നെ പഞ്ചിൻ്റെ EVയും അതുപോലെ എൻ്റെ നോർമൽ പാഡിൽ നോക്കട്ടെ. ഒരാൾ ഫോണൊക്കെ നോക്കി നേരെ നമ്മുടെ എതിര് വരുന്നുണ്ട്. ഹായ്. അപ്പം അതും ഇതാണ്. പിന്നെ ഇതിൻ്റെ ഓഫ് റോഡ് കപ്പാസിറ്റി ഇന്ത്യൻ റോഡ്സിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നുള്ളത് കണ്ടിട്ടുണ്ട്. 2 വീൽ ഡ്രൈവ് ആണ്, എന്നാൽ പോലും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. EV വേർഷൻ ഫ്യൂച്ചറിലേക്ക് വരുമായിരിക്കും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നൊരു വെഹിക്കിളാണ്. എന്താണെങ്കിലും ഒരു ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കുക. കഴിഞ്ഞ ദിവസത്തെ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഓഫ് റോഡ് വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഇതിൻ്റെ സ്റ്റെബിലിറ്റി ഹാൻഡ്ലിംഗ് ഒക്കെ മനസ്സിലാവും. അപ്പം ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. സോ ദിസ് ഈസ് യുവർ ദീപക് രാജൻ ആൻഡ് അനിലിൻ ജോസ് സൈനിങ് ഓഫ്. Thank you so much and bye.